ഹായ് ഗൈസ്, എല്ലാവർക്കും ജവാദി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്ന ഒരു ഔട്ട്ഡോർ കിച്ചൺ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എള്ള് വിളയിച്ചതാണ്. അതിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ എള്ള് ഉണ്ട്. എള്ളിൻ്റെ ഗുണങ്ങളൊന്നും പറയുന്നത് വളരെ വൈറ്റമിൻ ഉള്ള എള്ളാണ്. പിന്നെ അതുകൊണ്ട് അവല്, തേങ്ങ, അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാ ഇൻഗ്രീഡിയൻസും. അപ്പം കരിപ്പട്ടിയാണ്, അതിലേക്ക് ഞങ്ങൾ ശർക്കര ഉപയോഗിക്കില്ല, കരിപ്പട്ടിയാണ് ഉപയോഗിക്കുന്നത്. കരിപ്പട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കരിപ്പട്ടിയെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഫ്രൈ പാൻ വെച്ചിട്ട് നമുക്ക് ഈ എള്ള് വറുത്തെടുക്കാം. നമുക്കിതിൽ ആദ്യം തന്നെ എള്ള് ഒന്ന് വറുത്ത് മാറ്റേണ്ടതുണ്ട്. അതിനായിട്ട് 1/2 കിലോ എള്ളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കിലോ എള്ള് കഴുകി വാരി വെച്ച 1/2 കിലോ എള്ളാണ്. അത് നമ്മളിതിലേക്ക് വറുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ എള്ള് ഒരു കടകടകടയിന് പൊട്ടി വരുന്നൊരു സൗണ്ട് ഉണ്ട്, അതുവരെ വറുക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് അത് ഇതിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ കരിപ്പട്ടി ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തായാലും നമ്മളിപ്പോൾ 2 വർഷം മുമ്പാത്ത പിയറാപ്പിളാണ്. അതിൻ്റെ അടിയിലാണ് നമ്മളിന്ന് കിച്ചൺ. അത് തന്നെ പിയറാപ്പിളൊക്കെ ഉണ്ട്, കാഴ്ച പിയറാപ്പിളാണത്. ഇതൊക്കെ ഇപ്പം കരിപ്പട്ടി ആ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറിച്ച് തിന്നിയൊക്കെ ചെയ്യാം. കണ്ട, ഇത് വളരെ ഗുണമുള്ള സാധനമാണ് ഇത് പിയറാപ്പിള്. 2 വർഷം കൊണ്ട് ഇത്രയും വലിയ മരമായി. ഷുഗറിനും എല്ലാത്തിനും നല്ലതാണ് പിയറാപ്പിള്. ഇത്തായും ഉമ്മായൊക്കെ വന്നപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് ഞങ്ങളൊരു എള്ള് വിളയിച്ചത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച് അങ്ങനെ അത് ഔട്ട്ഡോർ കിച്ചണിൽ വെച്ച് ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഈ അടുക്കളയിൽ വെച്ചില്ല, ഞങ്ങൾ അതുകൊണ്ട് ഇന്ന് തോട്ടത്തിൽ വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു വീടാണ് പൊട്ടി വരും. കണ്ട എള്ളുകൾ കണ്ടായിരുന്ന പൊട്ടണ വെച്ച് അത് പരിപാടിനപ്പം മാറ്റി വെക്കാം. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ഇടാമണ 1 കപ്പ് അവലാണ്. അവല് വറുത്തെടുക്കണം. 1 കപ്പ് അവല് ഇതിലേക്ക് ഇട്ട് കൊടുത്താണ്. അത് വറുത്തെടുക്കണം. നമ്മുടെ കരിപ്പട്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പാചകം. പാപ്പായും ഉമ്മായും അവരൊക്കെ പക്ഷേ ഉറക്കമായി പോയി. അപ്പൊ അവല് ഇഷ്ടമല്ല, ഇയാൾക്ക് എള്ളി നിന്ന് ആരോഗ്യം വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവല് കുറച്ച് എടുത്തുള്ളൂ. 2 കപ്പ് അവല് വേണ്ടതാണ്. ശരിക്കും ഇത് 1 കപ്പ് ആരോഗ്യമില്ലാത്തത് എടുത്തുള്ളൂ. അവലെടുത്ത് മാറ്റിയാല് പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് മറ്റേ ബാക്കിയുള്ള ഇപ്പൊ നമ്മൾ ഈ ബദാം, അണ്ടിപ്പരിപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്തെന്ന് വെച്ചാൽ ശരിക്കും എല്ലാവരും കപ്പലണ്ടി മാത്രമേ ചേർക്കാറുള്ളൂ. പക്ഷെ നമ്മള് എന്ന് കൂടിക്കോട്ടെ അത്തിപ്പഴം, ഈന്തപ്പഴം, ബദാം, കശുവണ്ടി, കപ്പലണ്ടി എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പൊ പംകിൻ സീഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ആരോഗ്യത്തിന് ഏതൊക്കെ സീഡ്സ് ആണോ അല്ലെങ്കിൽ ഏതൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതെല്ലാം ചേർക്കാവുന്നതാണ്. ഇതൊന്ന് കൈവച്ചിങ്ങനെ സൗണ്ട് കേട്ടതേ ഉണ്ടാ ഈ വരുമ്പോ സൗണ്ട് കേട്ടത് ഇങ്ങനെ മൊരിയതേ കണ്ട, മൊരിയണ സൗണ്ട് കേട്ടില്ലേ? നമുക്ക് ഈ കപ്പലണ്ടിയും എല്ലാം കൂടി ഒന്നും കൂടി ഇതിലിട്ട് കപ്പലണ്ടി എല്ലാം കൂടി മിക്സ് ചെയ്തൊന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം. കപ്പലണ്ടി, ബദാം, കശുവണ്ടി എല്ലാം കൂടി നമ്മൾ ഇപ്പം ഇതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൂടി ഒന്നും കൂടി വറുത്തെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഈന്തപ്പഴം, അത്തിപ്പഴം ഒക്കെ വറുത്തെടുക്കാണ്ട് പൊടിച്ചിട്ടാണ് പെട്ടെന്ന് ഉരുകി കിട്ടും. അപ്പം നിങ്ങളിനിയും ഇത് ചാനൽ കാണാത്തവരെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കി ഓൾ നിൽക്കുക മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇത്. ഛേദമില്ലാത്ത ഉപകാരമല്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പിയറാപ്പിളിന്റെ ഗുണത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ഇതുണ്ട് ഇത്രയും താഴത്തേക്ക്. അപ്പം എനിക്കിതേ ഇത് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതെങ്ങനെ ബഡ് ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു തന്നാൽ
എന്നോട് ഇവിടെ പലരും ചോദിക്കുന്നുണ്ട് പിയറാപ്പിളിൻ്റെ ഇത് ബഡ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെ ബഡ് ചെയ്യണമെന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളെ ഈ ചാനൽ കാണുന്നവരാരെങ്കിലും ബഡ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ബഡ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാം. ഞങ്ങൾ ഈ റോഡ് സൈഡിലായതുകൊണ്ട് എല്ലാവരും ഇതെന്താണ് നാരങ്ങയാണോ അമ്പഴങ്ങയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. എന്താണ് അതിൻ്റെ ഗുണങ്ങളും ആർക്കും അറിയില്ല. അപ്പോൾ അതെ ഇതാണ് സാധനം. ഇത് നമ്മളെല്ലാം ഇളനീക്കാന്നൊക്കെ പറയും. എല്ലാം ഇനിയും വലുതാകും. അത് തന്നെ. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വേറെ വളങ്ങളൊന്നും ഇടുന്നില്ലല്ലോ. കെമിക്കൽ വളങ്ങളൊക്കെ ബാക്കി വരുന്നതെന്ന് വെച്ചാൽ കെമിക്കലൊക്കെ ഇട്ടാൽ ഇത് കെമിക്കലൊന്നും ഇടാതെ നല്ല ഇതായിട്ടുള്ള സ്പൂണ് നെയ്യ് 2 സ്പൂണൊക്കെ നെയ്യ് വേണ്ടവർക്ക് അതിനനുസരിച്ച് ഇടാട്ടെ. ഞങ്ങളൊരു 3 സ്പൂൺ നെയ്യൊക്കെയാണ് ഇതിലിടുന്നത്. അതിലേക്ക് നമുക്ക് ഈ 2 കപ്പ് തേങ്ങ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങ ഇതിലേക്കിട്ട് നമുക്ക് അതൊന്ന് തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കാം. ബ്രൗൺ നിയർ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ ഇത് മാറാൻ വേണ്ടി നമ്മളൊന്ന് ഇങ്ങനെ തേങ്ങ വറുത്തെടുത്തിട്ട് അപ്പം അതന്നെ ഒന്ന് വറുത്തെടുത്തിട്ട് പിന്നെ ആ കരിപ്പട്ടി ഇപ്പം നമ്മൾ റെഡിയായി വരുമ്പോൾ ഈ തേങ്ങയിൽ കരിപ്പട്ടി കിടന്നാണ് ഈ തേങ്ങ ശരിക്കും വേവുന്നത്. നെയ്യ് 3 സ്പൂൺ പോരെന്നാണ് ഇക്ക പറയുന്നത്. അപ്പോൾ 1 സ്പൂൺ നെയ്യും കൂടി വേണം. നെയ്യ് നന്നായിട്ട് വേണ്ട ആൾക്കാർ. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് നെയ്യിടാം. നമ്മളൊന്ന് അരിച്ചെടുക്കണം. അതിൽ ചിലപ്പോഴേ ഈ കരിപ്പട്ടിയിൽ ശർക്കരയിലൊക്കെ അഴുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അരിച്ചെടുക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയിക്കാണ്. ഇപ്പോൾ അത് തേങ്ങ നെയ്യിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിപ്പട്ടി ഇതിലേക്ക് നമ്മൾ ശർക്കര ഉപയോഗിക്കരുത്. ചക്കരയാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് അതിൻ്റെ. അപ്പം ചക്കര ഉപയോഗിക്കുമ്പോൾ ഷുഗർ ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന മറ്റേ ചക്കരയാവുമ്പോൾ ശർക്കര പോലെയല്ല. അപ്പോൾ പേടിക്കാതെ എല്ലാവർക്കും വളരെ വൈകുന്നേരം കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ ബേക്കറി അതുപോലെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നതിന് നല്ലത്. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലേ ആയിട്ടുള്ള നമ്മളൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പിള്ളേർ കഴിക്കണമെന്നുള്ള നമ്മളപ്പോൾ ഈ ഉരുക്കി വെച്ചിട്ടുള്ള കരിപ്പട്ടി ഒഴിക്കാൻ വേണ്ടി നമ്മൾ ഉമ്മയാണ് ഇപ്പം കരിപ്പട്ടി ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കും. ഉമ്മയാണ് കരിപ്പട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇന്ന് ഉമ്മയ്ക്ക് ഇത് മാത്രം ഉണ്ടാക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഇന്ന് വന്നതാണ്. ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. എല്ലാവരും കൂടി ഞങ്ങൾ ഇതുപോലെ ഇടക്കിടക്ക് ഇങ്ങനെ ഒത്തുകൂടാറുണ്ട്. അപ്പം ഒത്തുകൂടാറുണ്ട്. പിന്നെ എന്ത് എടുക്കുമ്പോ ഇടക്കിടക്ക് ഓതിയിട്ടാണ് ഇതൊക്കെ കരിപ്പട്ടിയിലേ നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ഒന്ന് ഇതുപോലെ തന്നെ തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഇത്തിരി ഇതാക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഇത് എള്ള് കുറച്ച് ദിവസം ഇരിക്കുമ്പോഴേ കേടായി പോയി. തേങ്ങയുടെ വെള്ളത്തിന്റെ അംശം ഉണ്ടാവുമല്ലോ, വെള്ളം ഒരു നനവുണ്ടാവും. അത് മാറാൻ വേണ്ടിയാണ് ഇതില് ഇതാക്കുന്നത്. ഇത് ഒരുപാട് TV പ്രോഗ്രാമിൽ പങ്കെടുത്ത സ്ത്രീയാണ്. മെയിൻലി ഏതാ ഫുഡ് നമ്മുടെ കുക്കറി ഷോയില് അല്ലേ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഏത് ഫുഡാ പറ? കരിമീൻ മപ്പാസ്. അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു കൊടുക്കണം എല്ലാവർക്കും. ചുക്ക്, ഏലക്ക, നല്ല ജീരകം പൊടിച്ചതാണ് നമ്മളിപ്പോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോ 1 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്ക, ചുക്ക്, നല്ല ജീരകം, കുറച്ചും കൂടി ഇതാക്ക് അതൊന്നും പോരാ. എല്ലാം നന്നാ 1/2 സ്പൂണും കൂടി അങ്ങ് ഇട്ട് കൊടുത്തേക്ക്. ഇനി ഈന്തപ്പഴം അത്തിപ്പഴം ഒക്കെ അങ്ങ് ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ്. അത്തിപ്പഴം അതിൽ കിടന്നൊന്ന് അതിന്റെ വൈറ്റമിൻസ് ഒക്കെ ഇതാകട്ടെ. നമ്മള് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പും കശുവണ്ടിയും ബദാമും കപ്പലണ്ടി എല്ലാം കൂടി അതിലേക്ക് തട്ടി കൊടുക്കുകയാണ്. ഒന്നും നോക്കിയില്ല, എല്ലാ ഇടപെടെല്ലാം കൂടി തട്ടിക്കൂട്ടി അതന്നെ ഇതെല്ലാം കൂടി തട്ടിക്കൂട്ടി കൊടുത്ത് അത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ അവല് ഇടുകയാണ്. അത് മിക്സാക്കാം. അവല് ഇട്ട് കൊടുത്തിട്ട് അവലും എള്ളും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ
അവലിട്ട് എള്ള് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ വറുത്ത് മാറ്റി വെച്ച എള്ളാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എള്ള് ലേഹ്യം എന്ന് പറയാം, അല്ലെങ്കിൽ എള്ള് വിരകിയത് എന്ന് പറയാം. മൂത്തിയത്തവിടെ എള്ള് ഇളക്കിയിട്ട് പോയി. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെല്ലാവരും കഴിക്കാൻ വേണ്ടി അവിടെ കപ്പപ്പുഴുത്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, കപ്പൊക്കെയുള്ള ഇത് വെട്ടിക്കൂട്ട് അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് വെച്ചു. ഞങ്ങൾ എള്ളിൻ്റെ അവസാനത്തെ സ്റ്റേജിലേക്കാണ്. എള്ള് വിരകിൽ ഏതാണ്ട് അവസാന സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ കാണിച്ചു അവരെല്ലാവരും കൂടി അവിടെ ഞങ്ങള് രാവിലത്തേക്കുള്ള ഫുഡിലൂടെ കപ്പയൊക്കെ റെഡിയാക്കും. നമ്മുടെ എള്ള് ഏണ്ടൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്ന് എള്ള് വിളയിച്ചത് റെഡിയായി. നിങ്ങളെല്ലാവരും അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓളമർത്താൻ മറക്കരുത്. നിങ്ങളെപ്പോലുള്ളവരാണ് ഞങ്ങളുടെ പ്രേക്ഷകരാണ് ഞങ്ങളുടെ വിജയം. ഫൈനൽ ലുക്ക് നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്ത ആൾക്കാരെ ട്രൈ ചെയ്യണം. പിന്നെ നമ്മുടെ ടേസ്റ്റർ നമ്മുടെ ഇത്താനെ വിളിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയുണ്ടെന്ന് ഇത്ത ഇപ്പൊ പറയും. സ്മെല്ലൊക്കെ തന്നെ അടിപൊളിയാക്കാം. സൂപ്പറാ.